7ാം ക്ലാസ്സിലെ സയൻസിലെ ബാക്കി ചോദ്യവും ഉത്തരവുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി 2 പാർട്ട് ചെയ്തു. ഇനി ഒരു പാർട്ട് കൂടെ ഉണ്ട്, 3ാമത്തെ പാർട്ട്. അതോടുകൂടി നമ്മൾ സയൻസ് ചാപ്റ്റർ ഫിനിഷ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ 1ാമത്തെ ചോദ്യം, ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 5.5 ലിറ്റർ വരെ രക്തമുണ്ട്. എത്രയാണ്? 5.5 ലിറ്റർ. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജനാവയവമാണ് വൃക്കകൾ. ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ വരെ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ കരൾ നശിപ്പിക്കുന്നു. കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ കഴിവുള്ള, അതായത് കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഇത് ഉൽപ്പാദിപ്പിക്കുന്നു. മസ്തിഷ്കം, സുഷുമ്നാനാഡികൾ എന്നിവ ചേർന്നതാണ് നാഡീവ്യവസ്ഥ. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ വരുന്നു. ഈ സമയം ഭൂമിയുടെ നിഴലിൽ ആയിരിക്കും ചന്ദ്രൻ. ഇതാണ് ചന്ദ്രഗ്രഹണം. അതായത് MES, അതായത് മൂണ് സണ്ണ്, അതായത് മൂണിനും സണ്ണിലും ഇടയിലായിരിക്കും എന്ത്? എർത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ MES എന്ന് പഠിച്ചു വയ്ക്കാം. അടുത്തത്, ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ വീഴുന്നു. ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് ചന്ദ്രൻ്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല. ഇതാണ് സൂര്യഗ്രഹണം. ചന്ദ്രൻ്റെ നിഴൽ പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി അഥവാ കറുത്തവാവ്. ഈ ദിവസം നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി അഥവാ വെളുത്തവാവ്. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നതാണ് കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെ കൂടി വരുന്നു. ഈ കാലയളവാണ് വൃതി അഥവാ വെളുത്ത പക്ഷം എന്നറിയപ്പെടുന്നത്. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വെളുത്തവാവ് മുതൽ കറുത്തവാവ് വരെ കുറഞ്ഞു വരുന്നു. ഈ കാലയളവാണ് ക്ഷയം അഥവാ കറുത്തപക്ഷം. ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസമാണ് വൃദ്ധിക്ഷയം. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമാണ് ഇന്ത്യയുടെ ചാന്ദ്രയാൻ 3. 2023 ജൂലൈ 14 ചന്ദ്രൻ 3 വിക്ഷേപിച്ചത്. 2023 ആഗസ്റ്റ് 23 ചാന്ദ്രയാൻ ദക്ഷിണ ധ്രുവത്തിനരികിൽ ചന്ദ്രയാൻ 3 ഇറങ്ങുന്നത്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഐസ് നിർമ്മിക്കുമ്പോൾ വെള്ളം വേഗത്തിൽ അലിഞ്ഞു പോകാതിരിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തു ചേർക്കുന്നു. പാല് കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പാസ്ചറൈസേഷൻ. 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് വരെ പാൽ ചൂടാക്കിയ ശേഷം 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്നതാണ് പാസ്ചറൈസേഷൻ. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ 97% ഉപ്പുവെള്ളമാണ്. 3% മാത്രമാണ് ശുദ്ധജലം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഘടകം നൈട്രജനാണ്. നൈട്രജൻ 78%, ഓക്സിജൻ ആണെങ്കിൽ 21%, കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ 0.04%, മറ്റുള്ളവയാണെങ്കിൽ 0.96%. താങ്ക് യു.